നമസ്കാരം. സംസ്ഥാന ആഭ്യന്തരമന്ത്രിയും മുഖ്യമന്ത്രിയുമാണ് ശ്രീ പിണറായി വിജയൻ. അദ്ദേഹം രാഷ്ട്രീയം പലതും ഉണ്ടാകാം. അദ്ദേഹം CPM ആയിരിക്കാം, മറ്റുള്ളവർ പ്രതിപക്ഷം കോൺഗ്രസ് ആയിരിക്കാം. നാളെ കോൺഗ്രസ്സുകാർ മുഖ്യമന്ത്രിയാകും, പിണറായി വിജയനോ CPM പ്രതിപക്ഷമാകാം. പക്ഷെ ഭരണത്തിലിരിക്കുമ്പോൾ നീതി നടപ്പിലാക്കുക എന്നുള്ളതാണ് ഒരു മുഖ്യമന്ത്രിയുടെ ആഭ്യന്തരമന്ത്രിയുടെ പ്രധാന കടമ. എന്നാൽ അദ്ദേഹം പകരെയല്ല. അദ്ദേഹം രാഷ്ട്രീയത്തിൽ വിജയിക്കാൻ, ഇലക്ഷനിൽ വിജയിക്കാൻ ഏത് തറ പരിപാടികളും എടുക്കുന്ന ആളാണെന്ന് പലതവണ തെളിയിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ തന്നെ നമുക്കറിയാം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള പരാതി. ആ പരാതിക്കാരികളൊന്നും തന്നെ കൃത്യമായി പരാതിയുമായി മുന്നോട്ട് പോകാൻ താല്പര്യമുള്ളവരായിരുന്നില്ല. അവരെ ഓഫർ ചെയ്ത് അവർക്ക് പിന്തുണ നൽകി ഞങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനെ ശരിയാക്കി തരാം എന്ന് പറഞ്ഞും പകരം പല ഓഫറുകളും അവർക്ക് കൊടുത്തും ആണ് അവരെ പരാതിക്കാരികളായി കൊണ്ടുവന്നിട്ടുള്ളത്. അതിന് ഏറ്റവും ഉദാഹരണമാണ് രണ്ടാമത്തെ പരാതിക്കാരി കൃത്യമായി തന്നെ പറഞ്ഞിരിക്കുന്നു, ഞാൻ പോലീസിന് പരാതി നൽകിയിട്ടില്ല, ഞാൻ മൊഴി നൽകാനും തയ്യാറല്ല, എനിക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതിയുമില്ല, 164 സ്റ്റേറ്റ്മെന്റും കൊടുക്കില്ല. എന്നിട്ടും അദ്ദേഹത്തിനെതിരെ 376 ബലാത്സംഗത്തിന് കേസെടുത്തു. അവസാനം ആ പരാതിക്കാരി തന്നെ പറഞ്ഞു, എനിക്കിതിലൊട്ടും താല്പര്യമില്ല, ഞാൻ നിങ്ങൾക്ക് പരാതി തന്നില്ല, പോലീസിനെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിക്ക് മാത്രമാണ് പരാതി കൊടുത്തത്, ആ പരാതിയിൽ മുന്നോട്ട് പോകാൻ താല്പര്യമില്ല. എന്നിട്ടും അദ്ദേഹത്തിന് ജാമ്യം നിഷേധിക്കാൻ വേണ്ടി സകല അടവും എടുത്തു. മാത്രമല്ല അദ്ദേഹത്തെ വേട്ടയാടാൻ വേണ്ടി സകല പരിപാടി എടുത്തു. ഇതേ സമയത്ത് തന്നെയാണ് വേടനുള്ളത്. വേടനെതിരെ എത്ര കേസുകളുണ്ട്, അതിൽ കൃത്യമായി പെൺകുട്ടികളുണ്ട്, തെളിവുണ്ട്. എന്നിട്ടും ഇതേപോലെ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്ത് അതേപോലെ അറസ്റ്റ് ചെയ്ത ശേഷം ഇങ്ങനെ പ്രദർശന വസ്തുവായി നാട്ടുകാരുടെ മുമ്പിലൊക്കെ പ്രദർശിപ്പിച്ചോ? ഇല്ല. ഇത് പിണറായി വിജയന്റെ വൈകൃതമായ പ്രതികാരത്തിന്റെ ഭാഗമാണ് രാഹുൽ മാങ്കൂട്ടത്തിനോട് കാണിക്കുന്നത്. അദ്ദേഹം നടത്തിയ ഒരു പത്രസമ്മേളനം, അതായത് പിണറായി വിജയൻ നടത്തിയ ഒരു പത്രസമ്മേളനമുണ്ട്, അത് കേൾക്കൂ. ഗർഭസ്ഥ ശിശുവിനെ ആ ഗർഭം അലസിപ്പിക്കുക എന്നുള്ളത് മാത്രമല്ല, അങ്ങനെ അലസിയില്ലെങ്കിൽ ആ ഗർഭം ധരിച്ച യുവതിയെ കൊല്ലാൻ വലിയ സമയം വേണ്ട എന്ന് വരെ പറയുന്നിടത്തേക്ക് എത്തുന്ന അവസ്ഥ, അതൊക്കെ നിങ്ങൾ പുറത്തു കൊണ്ടുവന്ന കാര്യങ്ങളാണ്. എത്രമാത്രം ക്രിമിനൽ രീതിയാണ് വരുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ ഭാഗമായിട്ട് കാണേണ്ട ഒരു കാര്യം. ഇത്രയെല്ലാം കാര്യങ്ങൾ വന്നിട്ട് സംരക്ഷിക്കാൻ തയ്യാറാകുന്ന നില, അത് പ്രതിപക്ഷ നേതാവിനെ പോലെ ഒരാളുടെ ഭാഗത്ത് ഉണ്ടായിക്കൂടാത്തതാണ്. കേട്ടല്ലോ, അദ്ദേഹം എത്രമാത്രം മാന്യനായിട്ടാണ് അതിൽ പറയുന്നത്. മാന്യനും നീതിമാനും ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാളും ഏതെങ്കിലും ആ പെൺകുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഓൺ ദി സ്പോട്ട് ആക്ഷൻ എടുക്കുന്ന ഒരാളായിട്ട്, അവർക്ക് നീതി നടപ്പിലാക്കുന്ന ആളായിട്ടാണ് അദ്ദേഹം കാണിക്കുന്നത്, അല്ലേ? എന്നാൽ അദ്ദേഹം മുമ്പ്, പിണറായി വിജയൻ മുമ്പ് 2015-16 കാലഘട്ടത്തിൽ ഭരണത്തിൽ വന്നത് എങ്ങനെയാണ്? നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട, നമ്മുടെ എല്ലാം ബഹുമാന്യനായ, നമ്മളെല്ലാം ആരാധിക്കുന്ന ബഹുമാനിക്കുന്ന, കേരളത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി എന്നും പോരാടിയിട്ടുള്ള വളർച്ച വികസന നായകനായ മധ്യവയോധികനായ ഉമ്മൻചാണ്ടിയെ, സരിതാ നായർ എന്ന് പറയുന്ന കുപ്രസിദ്ധയായ ലേഡിയെ കൊണ്ട് കള്ളപ്പരാതി കൊടുത്തിട്ട് ആണ് അദ്ദേഹം എന്ത് ചെയ്തത്? തള്ളിയിട്ടത്. നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ സരിതാ നായരും ഗണേശനും അതേപോലെ പിണറായിയും ചേർന്ന് എറണാകുളം ഗസ്റ്റ് ഹൗസ് വെച്ചിട്ട് ഗൂഢാലോചന നടത്തി. ആ ഗൂഢാലോചന പ്രകാരം സരിതാ നായർ ആദ്യം എഴുതിയ 21 പേജിനോടൊപ്പം 5 പേജ് അഡീഷണൽ എഴുതി ഉണ്ടാക്കി. ആ പേജ് പബ്ലിസിറ്റി കൊടുത്ത് ഏഷ്യാനെറ്റിനെ കൊണ്ട്, ജോഷിയെ കൊണ്ട് അത് പുറത്തു കൊണ്ടുവന്ന് അത് വലിയ ചർച്ചയാക്കി. പിന്നീട് CPM ഏറ്റെടുത്ത് തിരുവനന്തപുരത്ത് പോയി സമരം നടത്തി. അവിടെയൊക്കെ മലമൂത്ര വിസർജനം നടത്തി. ചരിത്രത്തിൽ ഇന്നേവരില്ലാത്ത വൃത്തികെട്ട രാഷ്ട്രീയ സമരം നടത്തി. അങ്ങനെയാണ് ഉമ്മൻചാണ്ടിയെ വീഴ്ത്തിയത്. അല്ലായിരുന്നെങ്കിൽ വീഴ്ത്താൻ പറ്റുമായിരുന്നോ? ആ വീഴ്ത്തിയ കാര്യത്തിൽ സരിതാ നായർ പറഞ്ഞു തന്നതെന്ന് കേട്ടു നോക്കൂ. പിണറായി ഒന്നും സപ്പോർട്ട് ഇല്ലാത്തതല്ലേ നമ്മളിങ്ങനെ ജീവിച്ചിരിക്കുന്നേ? നമുക്ക് ചേച്ചി വാർത്ത വായിക്കുമ്പോൾ മനസ്സിലാവുന്നില്ലേ? ഞാനൊരു കാര്യം ചോദിക്കുന്നുള്ളൂ. പിണറായി എന്നെ സപ്പോർട്ട് അല്ലെങ്കിൽ ഇന്നലെ എന്താ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞേ? ഇന്നലെ എന്താ കോടതിയിൽ കൊടുത്തേ? അവര് പൊളിറ്റീഷ്യൻസ് ആണ്. ഈ പറയുന്നതൊക്കെ നമ്മൾ തമ്മിൽ പറയാം. വാക്കെന്ന് പറഞ്ഞാൽ അവിടോട്ട് പോയാൽ നീ പോ, നിന്റെ പാട്ടെന്നു പറയാം. എന്നാ പിടിച്ചോ, മോത്തെറിയുന്ന ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ സകല വാതിലും കുത്തിയടയ്ക്കും. നമുക്ക് അവരെ സോപ്പിട്ടേ നിൽക്കാൻ പറ്റും. നമ്മൾ രണ്ടുപേരും കൂടെ പറയും, നമ്മൾ ഈ ഉദ്യോഗസ്ഥരും നമ്മുടെ അടുത്ത് ഇത് സംസാരിക്കും. അവരുടെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്. പൊളിറ്റിക്സ് എന്ന് പറയുന്നത് വേറൊരു ലെവലാണ്, ട്രിക്സ് ആണ് അവർക്ക്. മനസ്സിലാണോ? തന്ത്രം. ആ തന്ത്രത്തിൽ നിന്നും പറഞ്ഞിട്ട് നമുക്ക് എതിര് പറഞ്ഞ് സംസാരിച്ച് ജയിക്കാൻ പറ്റത്തില്ല. കാരണം നമ്മളവരെ സ്നേഹിച്ച് നിന്നിട്ടേ കാര്യം സാധിക്കാം. എതിരാ അയാൾ പറഞ്ഞ തോന്നിയ ദിവസം ചേച്ചി കേട്ടില്ലേ? അങ്ങനെ ചോദിച്ചാൽ ചേച്ചി എന്താ ചെയ്യും? ചെരുപ്പൂരി അടിക്കുവോ? അത് അങ്ങനെയല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് പോലീസും CM നേരത്തെ അറിഞ്ഞിട്ടാണ് ഞാൻ അവിടെ പോകുന്നതെന്നും കൂടെ മനസ്സിലാക്കിക്കോ. അത് ചേച്ചിക്ക് അറിയാമോ? അവര് പോകുമ്പോ ഞാനല്ലെങ്കിൽ റെക്കോർഡ് എന്തിനു യൂസ് ചെയ്യണം? വിശ്വസിച്ച് വിളിക്കുന്ന ഒരു മനുഷ്യനാണെന്ന് എന്റെ മനസ്സിനകത്ത് ബോധമുണ്ടെങ്കിൽ, അയാൾ വിളിക്കുന്നത് തന്ത്രപരമായ കാര്യങ്ങൾക്കല്ലാന്ന് ബോധമുണ്ടെങ്കിൽ ഞാൻ എന്തിനു പോകണം? റെക്കോർഡ് ചെയ്തത്. അതുകൊണ്ട്
അയാൾ എൻ്റെ അടുത്ത് ചോദിച്ച ആ വാക്കുകളും അതിനകത്ത് വന്നു. ഇതൊക്കെ ആര് കേട്ടതാണ്? CM ഉൾപ്പെടെയുള്ള പോലീസുകാർ ഉൾപ്പെടെയുള്ള എല്ലാവരും കേട്ടതാണ്. അപ്പൊ ഒരു പെൺ ഒറ്റയ്ക്ക് താമസിച്ച ഇവന്റെയൊക്കെ സ്വഭാവം ഇതാണെന്നല്ലേ പറയുന്നത്? ആണോ? എന്താ വാർത്താ സമ്മേളനം നടത്താത്തത് PC ജോർജ് ഇപ്പം? അതെ അതെ, ഇതെല്ലാം കേട്ടു കഴിഞ്ഞാണ്. മിനിറ്റിന് വാർത്താ സമ്മേളനം വിളിക്കുമായിരുന്നു PC ജോർജ്. ഇപ്പൊ PC ജോർജ് എവിടെ പോയി? ഞാൻ ആ വയറിൽ പിടിച്ച തള്ളിയത് അയാളെ എന്റെ അടുത്തോട്ട് വന്നതിന്. ഞാൻ ആ വയറിൽ 2 കൈ വെച്ച് ഒരൊറ്റ തള്ളു പുറകോട്ട്. പിന്നെ എന്താ വേണ്ടേ? ആരോഗ്യമല്ല, അത് മനസ്സിന്റെ ധൈര്യമാണ് ശരിക്കും പറഞ്ഞ. എനിക്ക് അപ്പം എന്റെ ഇപ്പോഴത്തെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ഇയാൾ എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് അറിയണമായിരുന്നു. കള്ളക്കളി. അതാണ് എന്നെ ഗവൺമെന്റ് ഏൽപ്പിച്ച ദൗത്യം. സരിത നായർ പറഞ്ഞത് പിണറായി വിജയന്റെ നിർദ്ദേശപ്രകാരം തന്നെയാണ് ഉമ്മൻചാണ്ടിക്കെതിരെയും കേസ് കൊടുത്തിട്ടുള്ളത്, കള്ളക്കേസ് കൊടുത്തിട്ടുള്ളത്. മാത്രമല്ല നമ്മുടെ PC ജോർജിനെ കൊടുക്കാൻ വേണ്ടി സരിത നായർ ഉപയോഗിച്ചതും അങ്ങനെ തന്നെയാണ് എന്ന് കൃത്യമാണ്. കാരണം പിണറായി വിജയന്റെ അറിവോടും സമ്മതത്തോടും താല്പര്യത്തോടും കൂടിയാണ് PC ജോർജിനെതിരെ നീങ്ങിയത്. ഇതേപോലെ തന്നെയാണ് 2015 സരിത നായർ തൻ്റെ ആദ്യത്തെ 21 പേജിൽ ഇല്ലാത്ത ഉമ്മൻചാണ്ടിയെ എന്ന മഹാനായ മനുഷ്യനെ വീഴ്ത്താൻ വേണ്ടി ആ ക്ലിഫ് ഹൗസിൽ വെച്ച് രതിവൈകൃതങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചു എന്ന് പറയുന്ന ഒരു കള്ളക്കഥ ഉണ്ടാക്കിയത്. ആ കള്ളക്കഥ ഉണ്ടാക്കിയത് എങ്ങനെയാണ്? അദ്ദേഹം ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മഹാമനുഷ്യൻ, മഹാനായ നേതാവ് ക്ലിഫ് ഹൗസിലുള്ളപ്പോൾ അവിടെ ചെന്ന് അദ്ദേഹത്തിൻ്റെ റൂമിൽ പോയി അദ്ദേഹത്തിന് രതിവൈകൃതങ്ങൾ ഓറൽ സെക്സ് ചെയ്തു കൊടുത്തു എന്ന് പറഞ്ഞാൽ ഞെട്ടിക്കുന്ന വൃത്തികെട്ട കാര്യങ്ങൾ പറയിച്ചിട്ടാണ്. ഇങ്ങനെ പറയിപ്പിച്ച് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഉമ്മൻചാണ്ടി എന്ന് പറയുന്നത് ഏത് സമയത്തും 100 കണക്കിന് ആൾക്കാർ അദ്ദേഹത്തിന് വീട്ടിലും അതേപോലെ ഓഫീസിലുണ്ടാവും. പിണറായി വിജയനെ പോലെ ജനങ്ങളെ കാണാൻ പേടിക്കുന്ന ഒരു നേതാവല്ല. അവിടെ 100 കണക്കിന് ആളുകൾ എപ്പോഴും വന്നുകൊണ്ടിരിക്കും. ഇപ്പം പിണറായി വിജയനെ കാണണമെങ്കിൽ അവിടെ താഴെ നിന്ന് സന്ദർശനത്തിന് വേണ്ടി ഒരു ഇതെടുക്കണം, പാസ് എടുക്കണം. വളരെ ലിമിറ്റഡ് ആയ ആളുകൾ മാത്രമേ നമുക്ക് അവിടെ പ്രവേശനമുള്ളൂ. ഒരു ഇരുമ്പ് മറമാതിരിയാണ് പിണറായി വിജയന്റെ വീടും അതേപോലെ ഓഫീസും. അവിടെയൊക്കെ നടക്കുന്ന രഹസ്യ ചർച്ചകളും അതായത് വലിയ കച്ചവടങ്ങളുമാണ്. ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ തന്നെ പെട്ടിയുമായിട്ടാണ് വരുന്നത്, കോടികൾ അതുമായി വന്ന് കച്ചവടം ചെയ്യാണ്, പല കാര്യങ്ങളും സെറ്റിൽ ചെയ്യാണ്. ഇതാണ് പിണറായി വിജയൻ മുഖ്യമന്ത്രി എന്ന നിലയിലുള്ളത്. അവിടെ ഇരുമ്പമറിയാണ്, അവിടേക്ക് ഭയങ്കര സെക്യൂരിറ്റിയാണ്. എന്നാൽ ഉമ്മൻചാണ്ടിക്ക് അങ്ങനെ സെക്യൂരിറ്റി ഇല്ല, ആർക്ക് വേണമെങ്കിലും കയറി വരാം. ജനങ്ങൾ തെരഞ്ഞെടുത്ത ജനങ്ങളുടെ നേതാവായ ഉമ്മൻചാണ്ടിയെ കാണാൻ ഒരു തടസ്സവുമില്ല. എന്നാൽ പിണറായി വിജയനോ ആർക്കും കാണാൻ പറ്റില്ല. അദ്ദേഹം മറയിൻ്റെ ഉള്ളിൽ, ഇരുമ്പ മറയ്ക്കുള്ളിൽ നിൽക്കുന്ന നേതാവാണ്. യാത്ര ചെയ്യുന്നത് എങ്ങനെയാ? 40 വണ്ടി പോലീസിന്റെ സഹായത്തോട് കൂടിയിട്ടാണ് യാത്ര ചെയ്യുന്നത്. അങ്ങനെയുള്ള പിണറായി വിജയൻ മറ്റുള്ളവരെ വീഴ്ത്താൻ വേണ്ടി സ്ത്രീകളെ ഉപയോഗിച്ച്, ലൈംഗിക ആരോപണങ്ങൾ ഉപയോഗിച്ച് വീഴ്ത്തുന്നു. രാഹുൽ മാങ്കൂട്ടം അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ എതിരാളിയാകുന്നത് പിണറായി വിജയനെയും ഭാര്യയെയും മകനെയും റിയാസിനെയും കൃത്യമായി ഓരോ സമയത്തും അദ്ദേഹം കടന്നാക്രമിച്ചിട്ടുണ്ട്. അതെന്തിനാണ്? പിണറായി വിജയൻ നടത്തിയിട്ടുള്ള തട്ടിപ്പുകൾ, മരുമോനെ അധികാരത്തിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി നടത്തിയ നീക്കങ്ങൾ, മകൾ നടത്തിയിട്ടുള്ള തട്ടിപ്പുകൾ, മകൻ നടത്തിയിട്ടുള്ള തട്ടിപ്പുകൾ, ഭാര്യ നടത്തിയിട്ടുള്ള ഷാജാ സുൽത്താനുമായുള്ള ചർച്ചകൾ അടക്കമുള്ള തട്ടിപ്പുകൾ, ഇതെല്ലാം പച്ചയ്ക്ക് വിളിച്ചു പറഞ്ഞതാണ്. ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ളതിൽ രാഹുൽ മാങ്കൂട്ടം നടത്തിയുള്ള പോരാട്ടങ്ങൾ ചെറുതൊന്നുമല്ല. എന്തിന് അവസാനം നമ്മുടെ ശബരിമല വിവാദത്തിൽ പോലും അദ്ദേഹം ശക്തമായ നിലപാടെടുത്തു. അപ്പം രാഹുൽ മാങ്കൂട്ടത്തിന് ഏത് വിധേയത്തിനെയും തകർക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഇങ്ങനെ കള്ളപ്പരാതികൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അല്ലെ, ഏറ്റവും അവസാനത്തെ പരാതിയാണ് ഇപ്പോൾ വന്നത്. ആദ്യത്തെ 2 പരാതികൾ ചീറ്റിപ്പോയി, 3ാമത്തെ പരാതിയോ പൂർണ്ണമായി തകർന്നു തരിപ്പണമായിരിക്കുകയാണ്. എന്നാൽ പിണറായി വിജയൻ ഉമ്മൻചാണ്ടിയെ വീഴ്ത്താൻ വേണ്ടി സരിതയെ ഉപയോഗിച്ചപ്പോൾ സരിതയെ ശരിക്കും വിലയ്ക്ക് വാങ്ങുകയാണ്. 10 കോടി രൂപ കൊടുത്തിട്ടാണ് സരിത ഇതിന് തയ്യാറായത് എന്നുള്ള വാർത്ത അന്നേ ഉണ്ടായിരുന്നു. ആ സരിത ഉപയോഗിച്ച് ഉണ്ടാക്കിയ കള്ളപ്പരാതി പിന്നീട് എന്തായി? പിണറായി വിജയന്റെ പോലീസ് അന്വേഷിച്ചു. അവസാനം ഒരു തുമ്പുമില്ല എന്ന് പറഞ്ഞു. എവിടെയെങ്കിലും ഒരു തുമ്പുണ്ടായിരുന്നെങ്കിൽ അത് വെച്ചിട്ട് അവർ മുന്നോട്ട് പോകുമായിരുന്നു. പിന്നെ ക്രൈംബ്രാഞ്ചിനെ കൊണ്ട് അന്വേഷിപ്പിച്ചു, അതും പൊളിഞ്ഞു. പിന്നെ CBI കൊണ്ട് അന്വേഷിപ്പിച്ചു, അതും പൊളിഞ്ഞു. ഇവരൊക്കെ തന്നെ ഉമ്മൻചാണ്ടിയെ വിസ്തരിക്കുകയായിരുന്നു, ഉമ്മൻചാണ്ടി വീട്ടിൽ പോയിരുന്നു, തെളിവെടുപ്പായിരുന്നു. ഇതിങ്ങനെ നാട്ടുകാരെ മുഴുവൻ ഇങ്ങനെ പ്രദർശിപ്പിക്കുകയായിരുന്നു, ഇങ്ങനെ വലിയ ചർച്ചയാക്കുകയായിരുന്നു. അവസാനം ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അവസാനം CBI റിപ്പോർട്ട് പോലും കോടതിയിൽ ഫയൽ ചെയ്യുകയുണ്ടായി. അത് ഉമ്മൻചാണ്ടി കുറ്റക്കാരനെ അല്ല എന്നുള്ളത് വന്നു. അന്നപ്പോഴേക്ക് അദ്ദേഹം രോഗബാധിതനായിരുന്നു, അദ്ദേഹം ക്യാൻസർ പിടിച്ചു. അതിന് കാരണക്കാരൻ പിണറായി വിജയനാണ്. ഒരാളെ മാനസികമായി വേട്ടയാടി നശിപ്പിച്ച ദുഷ്ടനാണ് പിണറായി വിജയൻ. പിണറായി വിജയൻ എന്ന് പറയുന്ന കാബാലികൻ, പിണറായി വിജയൻ എന്ന കൊലയാളി, പിണറായി വിജയൻ എന്ന് പറയുന്ന തട്ടിപ്പുകാരൻ, പിണറായി വിജയൻ എന്ന മാഫിയ തലവൻ, അദ്ദേഹം സ്വർണ്ണക്കള്ളക്കടത്ത്, ഡോളർ കടത്ത്, ലൈഫ് മിഷൻ തട്ടിപ്പ്, CMRL കരിമണൽ തട്ടിപ്പ് തുടങ്ങി എത്ര തട്ടിപ്പുകളാണ് കിടക്കുന്നത്. ലാവ്ലിൻ കേസിലെ മുഖ്യ പില്ലനല്ലേ ആ ക്രിമിനലായ പിണറായി വിജയൻ എന്താണ് ചെയ്യുന്നത്? ഉമ്മൻചാണ്ടിയെ, സ്ത്രീകളെ ഉപയോഗിച്ച്, സരിതയെ ഉപയോഗിച്ച്
അത് ഒരു തെറ്റും ചെയ്യാത്ത വന്ധ്യവയോധികനായ ജനങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിനെ പിന്നിൽ നിന്ന് കുത്തിവീഴ്ത്തുകയായിരുന്നു പിണറായി വിജയൻ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ചെയ്യുന്നതും പിണറായി വിജയൻ അത് തന്നെയാണ്. ഇത് ഒരു നേതാവിന് ചേർന്നല്ല, ഒരു മുഖ്യമന്ത്രി ചേർന്നല്ല, പ്രതികാരത്തിന്റെ ഭാഗമായി അധികാര ദുർവിനിയോഗം നടത്തി കള്ളക്കേസ് എടുത്ത് ഓരോരുത്തർ ഇങ്ങനെ വേട്ടയാടുന്ന നടപടി ഉണ്ടല്ലോ. ലോകത്തിലെ ഏകാധിപതികൾ പോലും ചെയ്യാത്ത അത്ര ദുഷ്ടതരമാണ്, ഫാസിസ്റ്റുകൾ ചെയ്യാത്തതാണ്. മുസോളിനിയും അതേപോലെ ഹിറ്റ്ലർ പോലും അവരൊക്കെ ഒരു ലിമിറ്റുണ്ട്. ഇത് ലിമിറ്റ് കഴിഞ്ഞ് എന്ത് വൃത്തികേടും കാണിക്കാം, തന്റെ അധികാരം ഉപയോഗിച്ച് എതിരാളികളെ തന്നെ എതിർക്കുന്നവരെ ഏത് വിധത്തിൽ നശിപ്പിക്കാം എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്ന വളരെ മോശമായ വൃത്തികെട്ട രാഷ്ട്രീയം. ഇതൊക്കെ മറ്റു സ്ത്രീകളെ ഉപയോഗിച്ച് പാവാട രാഷ്ട്രീയം പിണറായി വിജയന്റെ ഒരു ഹോബിയാണ്. അങ്ങനെ വീണ്ടും അധികാരത്തിൽ വരാമെന്ന് പറഞ്ഞ് പ്ലാൻ ചെയ്തിരുന്ന പിണറായി വിജയന് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസ് വൻ തിരിച്ചടിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ജനങ്ങൾ ഒന്നടക്കം, CPM-ലെ അണികളടക്കം പിണറായി വിജയനെതിരായി തീർന്നു. അല്ലാതെ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസ് കൊണ്ട് പിണറായി വിജയന് ഒരു നേട്ടവും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഇതാ 3 പേരെയും കൂടെ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്, 2 ആൺകുട്ടികളെയും ഒരു പെൺകുട്ടിയും. ഏതെങ്കിലും തരത്തിൽ അവർക്ക് പൈസ കൊടുത്ത് അങ്ങനെ പരാതി കൊടുക്കാൻ പറ്റുമോ എന്ന് ശ്രമിക്കുകയാണ്. നന്ദി, നമസ്കാരം.